ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് കോഴിക്കുട്ടികളെ മേടിച്ചിട്ടുണ്ട്. 5 കോഴിക്കുട്ടികളുണ്ടായിരുന്നു, അത് ചത്തുപോയി ഒന്ന്. അപ്പം നമ്മൾ ഇന്ന് ആ കോഴിക്കുട്ടികളെ കൊണ്ട് നടക്കാൻ പോവാണ്. നമുക്കെന്ന് പോയാലോ? പച്ച നമ്മുടെ കയ്യിലുണ്ട്, പിന്നെയും കുറേ കോഴിക്കുട്ടികളുണ്ട്. അത് നമ്മൾ പോണ വഴിക്ക് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് പുല്ല് വളർന്നുണ്ട്, അവിടേക്ക് വിടുന്നു. മയത്തിലൊക്കെ കുടിക്കാൻ ഇതിനെ വേണ്ട. നമുക്ക് അവനെ കൂടി വിളിക്കാം. ഞാൻ എന്നെ കിട്ടാതെ കൈ പിടിച്ചിരിക്കട്ടെ. പുല്ലിന്റെ ഇടയിലുണ്ട്. ഒന്ന് ആ പുല്ലിന്റെ ഇടയിലുണ്ട്. നമ്മൾ അപ്പോൾ അവനെ മാത്രം അങ്ങനെ വിട്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ പിടിക്കാൻ തോന്നും. അത് കാരണം നമ്മൾ പല പല വഴിക്കാണ് എല്ലാവരും വിട്ടിരിക്കണം. അത് ആ മെയിൻ പ്രശ്നം കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചുറ്റുപാടും പരന്ന സ്ഥലമാണ്, വിട്ടുകൊടുത്താൽ എല്ലാം ഓരോ എനിക്ക് അങ്ങനെ പോയാൽ നമുക്ക് പണി നിൽക്കാം. കാക്കയും കൊണ്ടുപോകും പ്രത്യേകിച്ച്. അപ്പം നമുക്ക് കാക്ക കൊണ്ടുപോയാൽ പണിയാണ്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളും കാണുന്നു എല്ലാവരും. അപ്പോൾ നമ്മൾ എല്ലാത്തിനും അങ്കടിട്ടുണ്ട്. കാക്ക കൊണ്ടുപോകാൻ കാരണം എല്ലാത്തിനും അങ്കടിട്ടുണ്ട്. ഞാൻ മാകാണിന് കുഞ്ഞിപ്പെണ്ണിൻ്റെ കല്യാണിന് കാണാൻ പോണ. നമുക്ക് എന്നാൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വന്നിട്ട് ആ കൊട്ടയിൽ നോക്കിയിട്ട്, പക്ഷെ അവിടെ അല്ല കേട്ടോ, നമ്മൾ പ്രത്യേക സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ആ കപ്പക്കൊമ്പൊക്കെ വളർന്ന ഈ സ്ഥലം മൊത്തം ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ യുവക്കുട്ടനെ കാണാൻ പറ്റില്ല. കണ്ടുപിടിച്ചു പച്ച നഗാന്, പക്ഷെ ഒന്നിനെ കാണാൻ പറ്റില്ല കേട്ടോ. ഒന്ന് പുല്ലിൻ്റെ കളറാണ്, പച്ചാണ്ടാ. അപ്പം നമുക്ക് ഒന്നിനെ കാണാൻ പറ്റില്ല. ഇത് പാടില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ വളർത്തിയ ഇതൊരു തോട്ടം, അതേ പറയാൻ പറ്റും. പുല്ലും തോട്ടം. ഇങ്ങനെ ഇവ കുറ്റം കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. കണ്ടുപിടിച്ചു അപ്പം ഗൈസ്, നമ്മൾ ഇങ്ങനെ ഇരിക്കണം എന്താന്ന് വെച്ചാൽ, അപ്പം ഗൈസ് ഇവക്കുട്ട ഇത്തിരി കുറുമ്പിപ്പെണ്ണാണ്. അത് കാരണമാണ് പുല്ലെടുത്ത് വായലിട്ടു, മണ്ണെടുത്ത് വായലിട്ടു. അത് കാരണമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു തോടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു തോട്ടം കാണിച്ചാലാ. അപ്പൂസ് നാണം കെട്ടിരിക്കുകയാണ്. അപ്പൂസ് പിടിച്ചപ്പോഴേക്കും ആരും പോണില്ല. അപ്പൂസ് നൈസായിട്ടൊന്ന് ചമ്മി. തോന്നണേ ഉള്ളൂ നിനക്കിപ്പോഴും? ഇവക്കൂട്ടം കണ്ടു തോന്നണേ ഉള്ളൂ? കണ്ടുപിടിച്ചതേ ഉള്ളൂ. പക്ഷെ ഇവര് തൊടാൻ വന്ന് ഓടിക്കളയും, അങ്ങനത്തെ അതാണ്. കണ്ടാ, ഇവക്കൂട്ടം തൊടാൻ വന്നു, അവരൊക്കെ ഓടിക്കളിക്കാണ് ഇപ്പൊ. അപ്പൊ ഇപ്പൊ ഒരു ഇത് തോന്നുന്നുണ്ടാവും, ഇവർക്ക് എന്താ തീറ്റാന്ന്. വെറുതെ കരിമണി പൊടിച്ചിട്ട് കൊടുത്താൽ അവര് തിന്നോ. കുട്ടൻ കൊട്ടയിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കാൻ വേണ്ടി പോവാണ്. കൊട്ടയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ഇവക്കുട്ടൻ നിൽക്കണേ.
നമുക്കൊന്ന് നോക്കിയാലോ അവിടുത്തെ അവൾ എന്താ കാത്തതെന്ന്. അപ്പോൾ അവളുടെ വീഡിയോ ഇനി ഞാൻ ഈ ഫ്രെയിമിൽ ക്യാമറ ഫ്രെയിമിൽ കാണില്ല. കുട്ടൻ നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ആരും ഇടയ്ക്ക് വെച്ച് നിർത്തി കളയോ ചെയ്യരുത്. നമ്മൾ കുറേ നാള് ഈ വീഡിയോ നിർത്തി കളഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പനി പിടിച്ചിട്ട് കുറേ ആൾക്കാർക്ക് പനി പിടിച്ചിട്ട് നമ്മൾ ആശുപത്രിയിലായിരുന്നാണ് നമ്മൾ ഈ വീഡിയോ അങ്ങനെ തുറക്കും തൊട്ട് പറയാനാണ്. അപ്പോൾ ഇനി ആരും അങ്ങനെ ചോദിച്ചിട്ട് പൊങ്കാലയില്ലേ? എനിക്കറിയില്ല അവന്റെ ഭാഷ. കുഞ്ഞുസുന്ദരി കൈപിടിച്ച് നടക്കാണ്. അപ്പൊ കുഞ്ഞുസുന്ദരി കൈപിടിച്ച് നടക്കാണ്. ഈ എന്താ എക്കോയാണോ? ഞാൻ പറഞ്ഞത് തിരിച്ചു പറഞ്ഞോണ്ടിരിക്ക. അവർക്ക് നടക്കാൻ അത്രയും ഇതില്ല കേട്ടോ. എന്തില്ല? അവൾക്ക് ആയിട്ടില്ല. 28 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 28 കഴിഞ്ഞിട്ട് 11 മാസമായിട്ടുള്ളൂ. 28 കഴിഞ്ഞിട്ട് 11 മാസമായിട്ടുള്ളൂ. അപ്പൊ ഒരു വയസ്സായിട്ടുള്ള അവൾക്ക് നമുക്ക് അപ്പൊ എന്താ ചെയ്യുന്നത് നോക്കാം. ഇവർക്ക് വേണ്ടി പുഴുവിനെ പിടിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുഴുവിനെ എവിടെയെങ്കിലും പുഴുവിന് ഇത്തിരി ഭാഗം കിട്ടുമ്പോൾ അവർ കടു കൂടിയിട്ട് 2 പീസായിട്ട് കഴിക്കും. അപ്പം നമുക്ക് അവിടെ പിടിച്ചു കൊടുത്തിട്ട് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കിടാം. അപ്പം നമ്മൾ യുവക്കുട്ടൻ്റെ കയ്യിൽ കൊടുക്കുക. വേണ്ട വേണ്ട. അപ്പോൾ നമ്മൾ ചോറ് ചേർത്തിട്ട് ഇനി അവിടെ തിന്നിട്ട് നമുക്ക് അപ്പുവിന്റെ പച്ചക്കോഴിനെ കാണാനില്ലല്ലോ. ആ ഉണ്ട് 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 ഉണ്ട്. കണ്ടു കണ്ടു കണ്ടു. കാക്കേനാ സൂക്ഷിച്ചോളുണ്ട് കേട്ടാ. ആ ഇത് വലിയ പുഴുവിനെ തിന്നില്ല. എടാ അതിനെ വലുതിനെ കഴിക്കില്ല അപ്പൂട്ടാ. ആ അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ടാലും കിട്ടത്തില്ല. ചെറുത് പോയി കഴിയുന്നു. അവിടെ തിന്നോന്ന് തോന്നുന്നു. നമുക്ക് നോക്കിയാലോ. റിയാക്ഷൻ ഒന്നും ഞങ്ങള് കണ്ടിട്ടില്ല. അതിന്റെ റിയാക്ഷൻ കാണിക്കാനല്ലേ പിടിച്ചത്. അപ്പൊ നമുക്ക് അവിടെ തിരിച്ചു വിളിച്ചിട്ട് കൊടുത്തു. ഇതേമാതിരി തന്നെ ഇരിക്കും. അതിനെ പിന്നെ എടുത്തിട്ട് അതാ അവിടെ ഒരു പുഴു ഓടണണ്ട. അപ്പൊ അവിടെ ഓട്ടം തുള്ളൽ ഇപ്പൊ തുടങ്ങും. നല്ല മൂടിലാണ് പിടിക്കുന്നത്. കയ്യിൽ വെച്ച് കൊടുത്തു വെക്കുന്ന ഏതെങ്കിലും ഒന്ന് കൊത്തിയെടുക്കട്ടെ. അങ്ങനെ പുഴുവൊക്കെ തിന്നു. അപ്പൊ അത് പുഴുവിന് തിന്നുണ്ട്. പുഴുവിന് തിന്നല്ല, നിങ്ങൾക്ക് കാണാനില്ല. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ കൂട്ടിലാക്കാം. ഞാക്കുമാവി വന്നായിരുന്നു. ഇന്ന് പോയിട്ടില്ല, ഹോമിയോയിൽ പോയ വഴിക്ക് കയറിയതാ. വീഡിയോ അതിൻ്റെ
വരാം. ദാ ഒരു പ്രാവശ്യം കൂടി കോഴിനെ കാണിക്കുന്നു. അപ്പോൾ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ ബൈ ബൈ പറയൂ. ടാറ്റ ബൈ ബൈ. ഉമ്മ കൊടുക്കൂ, പെങ്കിച്ചു കൊടുക്കൂ. ടാറ്റ. ഞാൻ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.